സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, ക്ഷേമനിധി പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് വമ്പൻ സന്തോഷ വാർത്ത. മെയ് മാസം മുതൽ പെൻഷൻ വിതരണത്തിൽ വമ്പൻ മാറ്റങ്ങൾ വരുന്നു എന്നുള്ള അറിയിപ്പാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത്. അടിസ്ഥാന ക്ഷേമ പെൻഷൻ തുകയിൽ വർധനവുണ്ടാകുമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ക്ഷേമ പെൻഷൻ ഇനത്തിൽ 3000 രൂപയുടെ വരെ വർധനവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മെയ് മാസം മുതൽ 3000 രൂപ വീതം അടിസ്ഥാന പെൻഷൻ എന്ന രീതിയിലാണ് വിതരണ നടപടികൾ ക്രമീകരിക്കാൻ പോകുന്നത്. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ, വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി ലഭിക്കുന്ന പെൻഷനുകൾ എന്നിവയെല്ലാമാണ് 3000 രൂപയിലേക്ക് ഉയർത്തുന്നത്. അടിസ്ഥാന പെൻഷൻ, അതായത് പ്രതിമാസം സർക്കാർ ജീവനക്കാർക്ക് സാലറി ലഭിക്കുന്ന അതേ രീതിയിൽ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും കൃത്യമായി അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എല്ലാ മാസവും അവസാന വാരത്തോടുകൂടി പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുന്നതിനുള്ള തിരക്കിട്ട നീക്കമാണ് എല്ലാ മുന്നണികളും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സർക്കാർ മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കി സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് മെയ് മാസം മുതൽ അടിസ്ഥാന പെൻഷനായി 3000 രൂപ വീതം എത്തിച്ചേരും. ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള 26 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് അക്കൗണ്ടുകളിലേക്കും സഹകരണ സംഘം ജീവനക്കാർ വഴി തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് കൈകളിലേക്കുമാണ് കൃത്യമായി തുക എത്തിച്ചേരാൻ പോകുന്നത്. ഇതിനായി ഗുണഭോക്താക്കൾ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വർഷാവർഷങ്ങളിലുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പണങ്ങൾ മാത്രമാണ്. വരുമാന സർട്ടിഫിക്കറ്റുകൾ, വിധവ അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്നവർക്കുള്ള നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ, മസ്റ്ററിംഗ് എന്നിവ കൃത്യമായി പൂർത്തിയാക്കുന്നവർക്കാണ് മുടങ്ങാതെ തന്നെ ആനുകൂല്യങ്ങൾ കൃത്യമായി എത്തിച്ചേരുക. നിലവിൽ 2000 രൂപ വീതം തനത് മാസത്തിലെ പെൻഷൻ തുക വിതരണം കൃത്യമായി നടക്കുന്നുണ്ട്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലെ പെൻഷൻ തുകയായ 4000 രൂപ വീതമാണ് നിലവിൽ ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. 4000 രൂപ വീതം ഒരുമിച്ച് എത്തിച്ചേർന്ന നിരവധി ഗുണഭോക്താക്കളാണുള്ളത്. എന്നാൽ ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും അക്കൗണ്ടുകളിലേക്ക് 2000 രൂപ വീതം എത്തിച്ചേർന്നവരുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ശേഷിക്കുന്ന തുക കൂടി അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും. ഏപ്രിൽ മാസം 14 വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് നടപടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. വിഷു, ഈസ്റ്റർ പ്രമാണിച്ചാണ് 4000 രൂപ വീതം ഒരുമിച്ച് വിതരണം പൂർത്തിയാക്കുന്നത്. ഇതോടൊപ്പം തന്നെ മെയ് മാസത്തിലെ പെൻഷൻ തുക നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും നിലവിൽ പെൻഷൻ വർധനവും പ്രഖ്യാപിച്ചതോടുകൂടി പുതിയ വിതരണ രീതികൾ സംബന്ധിച്ചുള്ള ഉത്തരവുകൾ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം തന്നെ പുറത്തുവരുന്നതായിരിക്കും. 8 ലക്ഷത്തോളം വരുന്ന NSAP വിഭാഗത്തിൽപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് 400 മുതൽ 1000 രൂപ വരെ കുറവ് വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ തുകയിൽ കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കൾക്കുള്ള കേന്ദ്രവിഹിതം ആധാരധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ വിതരണം ആരംഭിക്കും. ഇതിനുള്ള തുക കൂടി സംസ്ഥാന സർക്കാർ മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചതായി ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി. പുതിയതായി പെൻഷന് അപേക്ഷ വെച്ച് കാത്തിരിക്കുന്ന ഗുണഭോക്താക്കൾക്കും പെൻഷന് അപേക്ഷ പാസായി കിട്ടിയ ഗുണഭോക്താക്കൾക്കും മെയ് മാസം മുതൽ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം എത്തിച്ചേരും. കൂടുതൽ ആനുകൂല്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉടൻ തന്നെ പ്രഖ്യാപിക്കും. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.